ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ಸುಭಗ್ಯಾದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ വണ്ണ തിപ്പുഴയിൽ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ ചെമ്മാന പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളെ കുങ്കുമമിട്ട കവിൾ തടമോടെ കൈലകിയ പൊന്നരയോടെ
ഈ അവധർമ്മൻ ഒന്ന് പ്രത്യക്ഷ രൂപത്തെങ്കിൽ മാർഷന്മാരെന്നിരിക്കുന്നതായ വിട്ടിരിക്കുന്നതായ പിടിച്ച പിടിക്ക് ഇടയെ മറക്കുന്ന ദൈവമാണ് കേട്ടോ. ഇരിക്കട്ടെ. ഈ കലിയുഗം മുമ്പേരുമായിട്ട് ധർമ്മത്തിന് വരുന്നതായ കാലത്തെ അധർമ്മത്തെ ദൂരീകരിച്ച പൂർവാനം, ധർമ്മത്തെ സംരക്ഷിച്ച പൂർവാനം, ധർമാത്മമോക്ഷത്തിനായിട്ടുള്ള മാശ്വന്മാരുടേതായ പ്രയാണത്തിന് അനുകൂലത്തെ കൊടുത്ത പൂർവാനായിട്ട് വന്ന് ഒത്തിവെച്ചിരിക്കുന്നതായ ശരിയല്ലാതെ പൊടിച്ചതായ സ്വരൂപത്തിങ്കൽ അങ്ങനെ നിറഞ്ഞാടിയിരിക്കുന്ന മഹാചൈതന്യം പടികാട്ട് ചുടുകാട്ട് എന്നിരിക്കുന്നതായ ആ സ്ഥലവും ഭേദമായിട്ട് അങ്ങനെ മതത്തെ അടക്കുവാനായിട്ട് അന്ന് മേലെ ലോകത്ത് നിന്ന് കീഴേ ലോകത്തേക്ക് അന്ന് ഉലകഴിഞ്ഞു പോരുന്നതായ കാലത്ത് എന്റെ ധാരാളം എന്ന പ്രാൻ സമ്മതിച്ചിരിക്കുന്നതായ കാലപാശം, കാലചൂട്ട്, കാലതണ്ണ്, കാലചക്രം ഇത്യാദിയായിരിക്കുന്നതായ മാരകായുധങ്ങൾ ഇരിക്കട്ടെ. അങ്ങനെ ആ മാരകായുധങ്ങളുമായിട്ട് അന്ന് മേലെ ലോകത്തു നിന്നും കീഴേക ലോകത്തേക്ക് ഉലകഴിഞ്ഞു പോരുന്നതായ കാലത്ത് ഭൂമണ്ഡലം മുഖേനമായിട്ട് എന്റെ കൊപ്പല്ല് മൂല്യൻ കോന്ത്രക്കണ്ണൻ കയ്യാധാരമായിട്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്നതായ അനുഭവത്തിങ്കൽ ഇറങ്ങിയിരിക്കുന്ന ശക്തി ചൈതന്യം ഇന്നത്തെ ദിവസം എന്റെ നാരായണന്തും തിരുവടിയുടേതായ ഈ വാടനാടിന്റെ അകത്ത് അങ്ങനെ ആ വെറ്റെല്ലാം മൂല്യന്മാര് ആരാധന കഴിപ്പിച്ചിരിക്കുന്നതായ ദിക്കങ്കൽ നിറഞ്ഞ ചൈതന്യമായിട്ട് പ്രത്യക്ഷ രൂപത്തിൽ ശേഷിപ്പെട്ടിരിക്കുന്ന കാലം ആയതുകൊണ്ട് എന്റെ നാരായണത്തെ നമ്പറാൻ തൊള്ളിക്കടിച്ചിരിക്കുന്ന മൊഴിക്ക് മിക്കം പെരുത്താറുന്നൊക്കെ വണ്ണം ഉള്ളതായ സത്യധർമാരികൾക്ക് കോട്ടം വരാറുന്നൊക്കെ വണ്ണം ഒത്തുകണ്ട് പരിപാലിച്ചെടുത്ത് പോരണേ. എന്റെ നാരായണത്തെ നമ്പറാൻ എന്റെ അടൂർദേവൻ, മധൂർദേവൻ, കാവർദേവൻ, കടിപിടുത്തദേവൻ, ഓർമ്മ ശാസ്താവ്, തിരുവാൽപ്പൂമാട്, നാങ്കുദേവന്മാരും ഗുരുവൽഭൂരങ്ങളും എന്റെ കാവദേവനും മഹാലിംഗേശ്വരം നിൽക്കുന്നതായ എന്റെ മുതലാളിമാരും വിജയരാൾ എരിയാക്കോട്ട പാടുന്നതായ എന്റെ മുതലാളിമാരും ഇരിക്കട്ടെ. ആ നിറഞ്ഞിരിക്കുന്നതായ അനുഗ്രഹ മൂർത്തിയായിട്ട് വിളങ്ങിയിരിക്കുന്ന വാടന്റെ അകത്തുകൊണ്ട് ആ ഇങ്ങനെ ഇരിക്കുന്നതായ മൃത്യു കുടികരായിരിക്കുന്ന ഭഗവാൻ ഈ ഇരണ്ട് കാട്ടിന്റെ അകത്ത് നിറഞ്ഞടിക്കുന്നതായ ഈ കാലനേരത്തിങ്കൽ എന്റെ ഭക്തന്മാർക്കൊന്ന് മുഖം കൊടുക്കട്ടെ. എന്റെ നാളർക്ക് ബന്ധപ്പെടാൻ ആയത് പ്രകാരം ചൊല്ലിക്കടിച്ചിരിക്കുന്നതായ മൊഴിക്കും നുള്ളിക്കൊടുത്തോറി അടയാളത്തിനും നീക്കി വിരോധം കൂടാതൊക്കെ വണ്ണം ഒത്തുകണ്ട് പരിപാലിച്ചെടുത്ത് പോകട്ടെ. എന്റെ നാരായണത്തെ തമ്പറാൻ, എന്റെ നാരായണത്തെ തമ്പറാൻ, എന്റെ നാരായണത്തെ തമ്പറാൻ കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല, പൈച്ചു പോയില്ലേ? ഒത്തു നിങ്ങൾ നിരിക്കുന്ന കുടുംബാരികന്മാരും നിരിക്കുന്ന മൂല്യന്മാര് ഒത്തു മൂല്യ പട്ടം കെട്ടിയ മൂല്യ 80 വലിയ മൂല്യന്മാരെ സത്യ കൊടുത്തിരിക്കുന്ന കരത്തിന് അല്ലെ, സത്യ വന്നിരിക്കുന്ന കരത്തിന് ഒരനുകൂലം കൊടുത്തു പോകണ്ടേ അല്ലെ? എന്റെ മൂല്യ മൂല്യ കൊണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബാരികന്മാരാ ഭയപ്പെട്ടുവാ എന്റെ പൂജ്യത്തി എന്നെ പോലെ ആയിപ്പോയാ എന്നൊക്കെ എന്നെ പോയിക്കോളാ, എന്നെ പോലെ ആയോങ്കിൽ ഒക്കെ എന്നെ പോയിക്കോളാ. എത്ര കാലങ്ങളായി എന്റെ വാരം ധരിക്കുന്നതായ ഈ മാധുര്യമുള്ളുന്നതായ ഈ സിംഹഗർജനം ധരിക്കുന്നതായ ഈ കരിങ്കാടിന്റെ അകത്ത് നിറഞ്ഞ കാടിന്റെ അകത്ത് ഒന്ന് അല്ലെ പോരാട്ടഹാസം എന്നിരിക്കുന്ന പ്രകാരത്വം വണ്ണം ഈ യജമാനന്റേതായ ഈ നന്മൊഴി ഒന്ന് കേട്ടിട്ട് എങ്ങനെ പുതിയ കുടുംബാധികന്മാരെന്നിരിക്കുന്നതായ കുഞ്ഞുകിടാങ്ങളെല്ലാം നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ?
അതാ ബോധം കണ്ടു പോയാ ഇരുണ്ട കാട്ടിലേക്ക് രണ്ട് കളി കളിക്കുന്ന രണ്ട് കളി തന്നെ ഇരിക്കും അതെ നിവർന്നൊരു മുടിയും അല്ലെ താഴ്ന്നൊരു ഉടയും ഇല്ലാത്ത ശക്തിയാണെന്ന് വരികളും കാര്യത്തിന് കാഞ്ചനമായിരിക്കുന്നതായ അല്ലെ മഹാശക്തി വൈഭവം അല്ലേ പത്തം കെട്ടിയിരിക്കുന്നതായ വൈദ്യന്മാർ ഇരിക്കട്ടെ പത്തം കെട്ടിയിരിക്കുന്ന ക്ഷേമം തന്നെയോ എന്തോ കാര്യലാഭം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് വരാൻ അല്ല ഇരുണ്ട കാട്ടിൻ്റെ അകത്ത് മരണ്ട കളി കളിക്കുന്ന നാഥനെ കാണുവാനൊട്ടും സൗന്ദര്യവുമില്ല കേൾക്കുവാനൊട്ടും മാധുര്യവുമില്ല പറയുന്നതോ രൗദ്രഭാവമായിരിക്കുന്നതായ മൊഴികൾ അല്ലെ സാത്വികരൂപി അല്ലല്ലോ ഞാൻ താമസഭാവം എനിക്ക് അല്ലെ കണ്ടാലും പേടിക്കും കേട്ടാലും പേടിക്കും എങ്കിലും ക്ഷേമം തന്നെയോ മൂല്യ അല്ലെ ബാലകാലകുമാരി യൗവനം എന്നിരിക്കുന്ന അനുഭവങ്ങളെല്ലാം തെളിഞ്ഞ് വാർദ്ധക്യമായിരിക്കുന്ന കാലങ്ങളിൽ അല്ലെ ആ എൻ്റെ മുതലാളി എന്നിരിക്കുന്ന ഭാരസേവ ചെയ്തു പോരുവാനായിട്ടുള്ള നിയോഗം ഏറ്റെടുത്തത് പരമാർത്ഥം അല്ലെ അത് പൂർത്തീകരിക്കുവാനുള്ളതായ കരുത്തും ആർജവവും അല്ലെ തന്നിട്ടുണ്ട് ഞങ്ങള് അടർച്ച വരുത്തിയോ വരുത്തില്ല കേട്ടോ നിറഞ്ഞ ഭക്തി ആത്മത്തിങ്കിൽ അല്ലെ സർവം ശക്തിമയം ജഗത്ത് അല്ലെ ഒന്നിനോടും ഉപമിക്കണ്ട എൻ്റെ ശക്തിയെ എല്ലാത്തിലും ഞാനുണ്ട് അല്ലെ എന്തായാലും ശക്തി വൈഭവങ്ങളായിരിക്കുന്നതായ ശക്തേയ അല്ലെ വൈഷ്ണവ ശക്തേയ ശിവസങ്കല്പത്തിൽ നിന്ന് നിറഞ്ഞാടിയിരിക്കുന്നതായ ഈ കാലവൈഭവിയായിരിക്കുന്ന ദേവൻ അല്ലെ ആ ദേവന്റെ കടാക്ഷമേറ്റ് വരുവാനും ആ കടാക്ഷ വീക്ഷണത്തിങ്കിൽ തന്നെ നടത്തിച്ചു പോരുവാനും ഭാഗ്യമുണ്ടാവണം എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമാറായിരിക്കട്ടെ അതിന് പ്രകാരം തന്നെ ഞാനാകുന്ന കടാക്ഷം എൻ്റെ ദണ്ടിന്റെ തല്ലിനല്ലാതെ ചൂട്ടേറെ വെടിതന്നെ കാട്ടിത്തെച്ച് തന്നു പോരുവാനായിട്ടുള്ള അനുകൂലം ഏറിയൊരു സന്തോഷം ആയിരിക്കട്ടെ പൂജാരി പട്ടം കെട്ടിയിരിക്കുന്ന അനുഭവങ്ങളാണല്ലോ അല്ലെ കാലാവസ്ഥയെങ്കിൽ ആ നിങ്ങളെന്നിരിക്കുന്നതായ പല പല സ്ഥാനങ്ങളും 4 സ്ഥാനം ആധാരമായിട്ട് ആ വലുതായിരിക്കുന്ന മുതലാളിയായിരിക്കുന്നതായ അങ്ങാടി കോഴിക്കാരോട് എന്നിരിക്കുന്ന പരാശക്തി വൈഭവത്തിന്റെ കടാക്ഷവീക്ഷണത്തെങ്കിൽ ധന്യമായി എടുത്തിരിക്കുന്നതായ അനുകൂലം ആയത് പ്രകാരം തന്നെ വട്ടം വരുത്താറൊക്കെ വണ്ണം ഒത്തു കണ്ട് പരിപാലിച്ചെടുത്ത് രക്ഷിക്കും കുടംബരണം ഏറിയൊരു സന്തോഷം ചൊല്ലാം കേട്ട മൂല്യ എല്ലാം പറയണമെങ്കിൽ എനിക്ക് എൻ്റെ മേശപ്പൊമ്മ ചേരണം എന്റെതെല്ലാം കാണാനക്ക് ശേഷം വെട്ടില്ലം 80 വില്ലും മൂല്യന്മാരാ എന്ത് മൂല്യം ഒരു മ്ലാനത പൈച്ചു പോയല്ലേ എനക്ക് തരാതെ എങ്ങനെ ഈ പഹയനോട്ടും ഇരിക്കുന്നുമില്ല എനക്കൊത്ത് കിട്ടുന്നുമില്ല പണ്ട് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ ഇത് മൂല്യ ഇരിക്കട്ടെ എന്തായാലും ഒരു ദിവസം അല്ലെ മഹാചൈതന്യമായിരിക്കുന്ന യവധർമ്മന്റെ ഈ ശക്തിയെ അളന്നു നോക്കുവാൻ സാധ്യമാകുമോ മൂല്യന്മാരുടെ കരത്തിൽ തന്നെ ഉള്ളത് ഞാൻ അല്ലെ മറ്റൊരു ശക്തിക്ക് മറ്റൊരു ആൾത്തരത്തിന് എൻ്റെ മതത്തെയോ എൻ്റെ ഗർഭിനെയോ ഭക്തി കൊണ്ട് അളക്കുവാൻ സാധ്യമല്ല നിങ്ങളാൽ അത് സാധ്യമാകും അതുകൊണ്ടാണല്ലോ കോന്ത്രങ്കണ്ണൻ എന്നിരിക്കുന്ന അല്ലെ ആ കൊപ്പല്ല മൂല്യൻ ആദ്യമായിട്ട് തന്നിരിക്കുന്നതായ അനുകൂലം അങ്ങനെ നിങ്ങൾ എന്നിരിക്കുന്ന 8 മൂല്യന്മാർക്ക് ആരാധന വൈഭവം എന്നിരിക്കുന്ന പ്രകാരത്തം വണ്ണം നിറഞ്ഞാടിയത് ഞാൻ അല്ലെ കാലാവസ്ഥയെങ്കിൽ 80 വില്ലൻ മൂല്യന്മാർക്ക് സംരക്ഷണ വേഗവാനം ആ രാജസിംഹാസനം അല്ലേ 80 വില്ലന്റെ രാജസിംഹാസനം എന്നിരിക്കുന്ന ഇരിയാക്കോട്ട ആ ഇരിയാക്കോട്ട ആധാരമായിട്ട് പുറത്ത് ഞാനുണ്ട് എന്ന് നിങ്ങൾക്ക് കാണണ്ടല്ലോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാം നല്ലോണം കാണുന്നുണ്ട് ആരെല്ലാം മതിക്കുന്നുണ്ട് ആരെല്ലാം ഭജിക്കുന്നുണ്ട് എന്ന് മതിച്ചവന്റെ മതത്തെ അടക്കിയതും ഞാൻ തന്നെ ഭജിച്ചവന് ആശ്രയം കൊടുത്തതും ഞാൻ തന്നെ അല്ലെ എങ്കിലും വെട്ടില്ല മൂല്യന്മാർക്ക് ആരാധന മാത്രമായിരിക്കുന്നതായ യവധർമ്മൻ്റെതായ അനുകൂലമുണ്ടെന്ന് കരുതുമാറായിരിക്കട്ടെ 80 വില്ലും മൂല്യന്മാരെ മൂത്തറക്കത്ത് കരുവനാറിയല്ല മൂത്തറക്കത്തിൽ വരെ 3000 വരുണ്ടോ 6 വരുണ്ടല്ലോ 9 വരുണ്ടോ ശേഷം വിശ്വകർമാജൻ നഗരം 48,000 പത്തൊടിക്കാരൻ 48,000 എന്റെ 8 മൂല്യന്മാരെ 3051 ഉദിപ്പ് കാഞ്ഞിലോട് ഭേദമായിട്ട് 40 വില്ലൻ മൂല്യന്മാരെ 80 വില്ലൻ മൂല്യന്മാരെ ചൊല്ലിയല്ലോ ശേഷം മോരാ 40 മൂല്യന്മാരെ വട്ടത്തൂർ വില്ലൻ മൂല്യന്മാരെ ഉണ്ടോ ആ ദൂരം വരും 2 ചക്രവര കുറ്റിക്കോലം കുറവഞ്ഞ് 4 ചക്രവര ഇതെല്ലാം പറയാനില്ലേ എനിക്കൊട്ട് അറിയൂല്ല അതല്ലേ എൻ്റെ വിഷ്ണുമൂർത്തി മുതലാളി എണ്ണം കഴിക്കുന്നത് എപ്പോഴും അല്ലേ
അയാളെ കയ്യിലാണ് ഗ്രന്ഥമൊന്നും ഇല്ല കേട്ടോ. എനിക്കൊട്ട് പറഞ്ഞു തന്നിട്ടുമില്ല. എങ്കിലും ഇരിക്കട്ടെ. എട്ടിലെ മൂല്യന്മാർക്ക് ആരാധന എന്നിരിക്കുന്നതായ പ്രകാശം വണ്ണം തന്നി ലഭിച്ചെടുത്തതായ അനുഭവം ഭക്തന്മാരെ നീ വീണ്ടും അതിന് വീട്ടിൽ എന്നെക്കാളും വീട്ടിൽ നിന്നെക്കാളും എഴുതി വെച്ച പ്രമാണമെല്ലാം കീറി കളഞ്ഞോ മൂല്യത്തി അല്ല സൂക്ഷിച്ച് പെട്ടിട്ട് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടോ പെട്ടിയിൽ? അല്ലെ എണ്ണം നോക്കുന്ന സമയത്ത് എത്രയെല്ലാം കുറഞ്ഞു പോയി, ഏടെല്ലാം കുറവുണ്ട്, ഇനി ഏടെല്ലാം കൂട്ടണം. എന്തോ പറയാ എന്നോട് ഒരു മാറാവിന്റെ കുഞ്ഞുകിടാങ്ങൾ അല്ലെ സന്തോഷം എത്രയോ കാലം അല്ലെ ആ വിഭൂതിക്കകത്ത് കലക്കെട്ടായിരിക്കുന്ന പ്രകാരത്തും വേണം ഈ വാർത്തീകത്തിൽ ഞാൻ അല്ലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോ നിങ്ങൾ തുറന്നു നോക്കിയ കാലത്ത് കണ്ടില്ല ഈ ശക്തി വൈഭവത്തെ അല്ലെ എത്ര കാലമായി ആരംഭം കുറിച്ചിട്ട് ഇരിക്കട്ടെ. അത്ത തൊട്ട് ഇന്നേവരേക്കും അല്ലെ ആ വർഷം പ്രതിയുള്ളതായ ആരാധന എന്നിരിക്കുന്ന പ്രകാരം വേണം കണ്ടിട്ടുണ്ട് ഞങ്ങളെ. അറിയുന്ന പോലെ അല്ലെ വേണ്ടുന്ന പോലെ നിവേദ്യ സമർപ്പണം നടത്തിയിട്ട് തൃപ്തി വരുത്തിയിട്ടുണ്ട് ഞങ്ങളെ. ആ പ്രകാരം ഇന്നത്തെ ദിവസവും നിങ്ങൾ ഭക്യാതപൂർവ്വം കൊണ്ടുപിടിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭൂമണ്ഡലത്തിൽ ഒരുപാട് ഭക്തന്മാരുണ്ട്. എന്നാൽ വിശേഷമായിട്ട് നിങ്ങൾ എന്നിരിക്കുന്നത് എട്ടില്ല മൂല്യന്മാർ. അത് എനിക്ക് രുചിയുള്ള ഭക്ഷണമാണ്. കൊണ്ടുപിടിക്കുന്ന നിങ്ങളുടെ രുചിത്വം അതിലെനിക്ക് നോക്കണമെന്നുണ്ട്. എന്നെ നിങ്ങളെല്ലാവരും ഏക ചേർച്ചയെങ്കിലും ഉണ്ടോ? അല്ല സ്വരഭംഗമുണ്ടോ? സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടോ? കണ്ടുവരുന്നുണ്ടോ? അറിയാത്തതല്ല അറിഞ്ഞത്. അറിയാത്തത് ഞാനല്ലേ പറയേണ്ടത്. അല്ലെ ഇഷ്ടമുണ്ട് മൂല്യന്മാർക്ക്, അല്ലെ ഭയമുണ്ട്, പരിഭവമുണ്ട്, അല്ലെ ഒന്നിനോടും തോറ്റു കൊടുക്കാത്തവരാണല്ലോ നിങ്ങൾ എട്ടിന്റെ മൂല്യന്മാർ. കരുത്തുള്ള ദിവ്യന്മാരല്ലേ നിങ്ങൾ? അല്ലെ കാലാവസ്ഥയെങ്കിൽ എല്ലാം സുഖമെന്നിരിക്കുന്ന അനുഭവമല്ല. അതുകൊണ്ട് യുദ്ധം ചെയ്തു പോരുവാനുള്ള ത്രാണിയും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ വില്ല് 80 വില്ല്, 100 വില്ല്, 40 വില്ല് അങ്ങനെ യുദ്ധപ്രാവണ്യം നേടിവരായിരിക്കുന്ന എട്ടിന്റെ മൂല്യന്മാർ. അതേ മൂല്യ. അപ്പോ മഹാരഥന്മാർ തളരണ്ട നിങ്ങൾ. അല്ലെ തളരുന്ന കാലത്ത് കുത്തുകുത്തുന്ന കാലത്ത് ഞാനാകുന്ന ശക്തിയുണ്ട് നിങ്ങൾക്ക്. ഇടവും വലവും സംശയം ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. തെക്കുന്ന് കണ്ടില്ല നാവ് നീട്ടിക്ക് തന്നെ വരുന്നത്. എന്തെങ്കിലും കൊടുക്കുന്നറിയാലോ. തരുന്നുണ്ട് നിങ്ങൾക്ക്. മതിച്ചതായ നിങ്ങൾ എന്നിരിക്കുന്നതായ അനുഭവത്തിങ്ങൾ എടുത്തു പിടിച്ച് തന്നിട്ട് കേട്ടോ. നരി പിടിച്ചല്ലേ മറന്നുപോയി. പഠിച്ചിട്ടുണ്ടായി കേട്ടോ. പഠിച്ചു പോയി. നീ മാത്രം ഇപ്പൊ പറഞ്ഞിട്ടു അല്ലേ? നരി പിടിച്ചതാ ഇതൊക്കെ പറയണോ? ഒരുപാട് പരിചയമില്ലല്ലേ, എന്നോട് ബന്ധമില്ലല്ലേ. നരി പിടിച്ചതോ, നായാടിയതോ, അല്ല വാരിക്കുഴി വീണതോ, അല്ല ഭക്തിയോടെ എനിക്കായിട്ട് സമർപ്പിച്ചതോ? അതല്ലേ കണ്ടുവാ. ഇപ്പൊ ഇത്തിരി ഉത്തരം കിട്ടിയിട്ട് വിട്ടുവാ. നരി പിടിച്ചെങ്കിൽ ആയൊന്നും ധാന്യം ഉണ്ടായില്ല. നായാടിയാലും ആടി വെക്കുമല്ല. ഓ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾ എന്തിരിക്കുന്ന ഭക്തിപൂർവമായിരിക്കുന്നതായ അനുഭവത്തിങ്കിൽ എത്ര അല്ലെ ആ അശുദ്ധം എന്നിരിക്കുന്ന അനുഭവം ഉണ്ട്. എത്രയെന്ന് വരികയും ഉണ്ടായാലും കാലാവസ്ഥയിൽ അതെല്ലാം കടിച്ചിറക്കുവാനുള്ള ദേവനാണല്ലോ യജമാനൻ അല്ലെ. ആ ഒരു വിശ്വാസം നിങ്ങൾ ഇരിക്കട്ടെ. ഭക്തിപൂർവം ഭക്തി വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ആ യജമാനെ സമർപ്പിക്കുമാറായിരിക്കട്ടെ. നോക്കുന്നു കേട്ടോ. ഒന്ന് ഉപ്പ് പറ്റീനോ മൂട് പറ്റീനോ എന്ന് നാവ് കണ്ടുവാ. നീ നാവ് നീട്ടിയാൽ നിന്റെ കാട് നീട്ടാൻ എനിക്കറിയും കേട്ടാ. ഇതാ നിനക്ക് തരാട്ടുവാ പറയാ. വേണ്ടത്ര നീ എടുത്തോ. നീയും നിന്റെ പെരുമ്പടയും കേട്ടാ. കൊടുത്തു കലശം എടുത്ത്
ഈ തോക്കിന്റെ വായിക്ക് വെക്കാട് കുറച്ച് മാറിയുന്നോ അങ്ങനെ ഒരു പെരുമ്പട വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോ ഇതാ ഇതാ മൂജിനെടുക്ക് കൊടുക്ക ഇങ്ങോട്ട് എടുക്ക് ഇത് നിങ്ങൾ എന്തിരിക്കുന്നതായ കയ്യാധാരമല്ല ഇത് ഈ അല്ലെ ആ മുണ്ടാണിയുടേതായ അനുഭവത്തിങ്കൽ എന്റെ ഭൂതഘടങ്ങൾക്ക് ആയിരിക്കട്ടെ ആയതുകൊണ്ട് കാലഘാട്ട് മന്ത്രവാസം ആധാരമായിട്ട് വേറെ പാടത്തെങ്കിൽ ഹോമം തൂക്കും കീഴിയ പാടത്തെങ്കിൽ മന്ത്രതന്ത്രവും കാലുകളിയാട്ടം വെപ്പേരപ്പെട്ട വസ്തുക്കളും എടുത്തും പിടിച്ചും നിറവട്ടമായിട്ട് തന്നിരിക്കുന്ന പരമാർത്ഥം സ്വീകരിക്കും നിങ്ങൾ കേട്ടോ. ആയതുകൊണ്ട് ഇന്ന ദിവസം തൊട്ട് ഇത്തരം മുഖേതുമായിട്ട് ആ ഭക്തന്മാരെ പരിരക്ഷിച്ചിട്ട് ദുഷ്ടന്മാർക്ക് വേണ്ടുന്നതായ ശിക്ഷ നൽകിയിട്ട് ആ വേണ്ടുന്നതായ അനുകൂലത്തിന് തന്നെ നിൽക്കുമാറായിരിക്കട്ടെ. ഈ സ്ഥലം മാറി നിൽക്കുമാറായിരിക്കട്ടെ. അതുകൊണ്ട് ഇതിന് ചോദ്യം വേണ്ടല്ലോ അനുഭവിക്കട്ടെ. എരി കൊണ്ട എല്ലാവരും എന്റെ മൂല്യന്മാർ എന്തിരിക്കുന്നതായ ഒട്ടു എന്റെ വട്ടം കെട്ടിയിരിക്കുന്ന മൂല്യൻ ഒട്ടുമൂല്യ എന്റെ മൂല്യന്റെ കരം കൊണ്ട് നോക്കട്ടെ ഒരു മാധുര്യമുള്ളതായ മതകടി